ചേച്ചിയുടെ വീട്ടിലൊരു സൽക്കാരം പിന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ്. ചേച്ചി നേരത്തെ പോയായിരുന്നു. പിന്നെ ഞാനും അമ്മയും മക്കളുമാണ് പോയത്. ഞങ്ങളിതേ ചേച്ചിയുടെ ആദ്യം തന്നെ അച്ഛമ്മേനെ കാണാനാണ് കേട്ടോ പോയത്. ചേച്ചീൻ്റെ അച്ഛമ്മയാണ്. അച്ഛമ്മേനോട് കുറേ സംസാരിച്ചു. പിന്നെ ഇതാണ് കേട്ടോ മിന്നു. കഴിഞ്ഞ മെയ് 11-നായിരുന്നു കേട്ടോ അവരുടെ വെഡ്ഡിങ്. അപ്പം അവരെ സൽക്കരിച്ചതാണ്. മിന്നുവിന് നാണോട്ടോ, എൻ്റെ ക്യാമറയും കൊണ്ട് ചെന്നപ്പോൾ ഭയങ്കര നാണം. അപ്പോൾ മിന്നുവിനെയും ഏട്ടനെയും സൽക്കരിച്ചതാണ്. പിന്നെ വൈഗ നിലവിളക്കൊക്കെ എണ്ണ ഒഴിച്ച് തിരിയിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. കേക്ക് കട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈഗയുടെയും വൈശാലിയുടെയും ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ജൂലൈ 2 ജൂലൈ 5. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് കഴിച്ചതാണ് കേട്ടോ. ഇവർ 4 പേരാണ് കേട്ടോ ഉള്ളത്. വൈഗ, വൈഷ്ണവ്, വൈശാലി, വൈശാഖ്. 4 പേരും ചേച്ചീൻ്റെ ചെറിയ ആങ്ങളയുടെ മക്കളാണ് കേട്ടോ. ചേച്ചിക്ക് 3 ആങ്ങളമാരാണ് കേട്ടുള്ളത്. ചേച്ചി മാത്രമാണ് ഒരു പെൺകുട്ടിയായിട്ടുള്ളത്. പിന്നെ ഇതാണ് തറവാട് വീട് കേട്ടോ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒത്തുകൂടും കേട്ടോ. നല്ലൊരു പ്രത്യേക വൈബാണ്. പിന്നെ ഇത് ചേച്ചിയുടെ വലിയ ഏട്ടൻ്റെ 3 മക്കളാണ് കേട്ടോ. മോളൂസ്, ഗീതു, മിന്നു ആണ് കേട്ടോ മൂത്താൾ. ഇതാണ് വലിയ നാത്തൂന് ഷിൻചേച്ചി. പിന്നെ അമ്മയുണ്ട്, ചേച്ചിയുടെ അമ്മയുണ്ട്. ചെറിയ നാത്തൂനാണ് രാജേച്ചി. പിന്നെ അപ്പുറത്ത് ചേച്ചിയുടെ അപ്പുറത്തുള്ളത് ശാലിനി ചേച്ചി, ചേച്ചീൻ്റെ നാത്തൂൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കിച്ചണിൽ നിന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ സംഭവം നോക്കി പോയതാണ്. അപ്പോഴല്ലേ അറിഞ്ഞത് മെയിൻ പരിപാടി നമ്മുടെ ബിരിയാണി ചെമ്പ് പൊട്ടിക്കൽ, ദമ്മ് പൊട്ടിക്കൽ. അപ്പോൾ അച്ഛനാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയത്. ഇതാണ് ശാലിനി ചേച്ചി. എല്ലാവരും കൂടെ ഒന്നിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നതിൻ്റെ ആ ഒരു തിരക്കിലാണ് കേട്ടോ അമ്മ ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരികയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും എത്തിയപ്പോൾ. എന്നാലും അമ്മ ചായ എടുക്കുന്നുണ്ട്. പിന്നെ കാട ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് രാജേച്ചി കേട്ടോ, ചേച്ചീൻ്റെ ചെറിയ നാത്തൂനാണ്. അപ്പോൾ എല്ലാവരും കിച്ചണിൽ ഇങ്ങനെ ഓരോരോ തിരക്കിലാണ് കേട്ടോ. ഫുഡ് വിളമ്പാനുള്ള ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റേതായ ഓരോ തിരക്കിലാണ് കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ പണി കിട്ടിയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം മാക്സിമം ഒപ്പിയെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നെ കണ്ടിട്ട് എല്ലാവരും ഓടി ഒളിക്കുന്നുണ്ട്. പിന്നെ സിറ്റ് ഔട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ മിന്നുവിൻ്റെ ഏട്ടനും അമ്മയും കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് കണ്ടു കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും കിച്ചണിലെത്തിയിട്ടാണ്. അപ്പോൾ രാജേച്ചി തൈരൊക്കെ സെറ്റാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അമ്മ ഞങ്ങൾക്ക് ചായയൊക്കെ ടേബിളിൽ കൊണ്ടുവച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട്. അല്ലു വന്നപ്പോൾ ഭയങ്കര നാണം കുണിങ്ങിയായിരുന്നു കേട്ടോ. ആരുടെ അടുത്തേക്കും പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒക്കെ സെറ്റായിട്ടോ. പിന്നെ അവിടെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ചായയും ബേക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചായ കുടിക്കാൻ നിൽക്കുകയാണ്. ദിയയ്ക്ക് പിന്നെ ചായ ഒന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. ഒരു ചായ ഇഷ്ടമല്ല, പാൽ ചായയും കട്ടൻ ചായയും ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഓള് കുടിക്കാൻ വന്നിട്ടില്ല. ഞാനും അബിയും അമ്മയും അല്ലു കുറച്ചൊക്കെ കുടിച്ചു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ എത്തിട്ടോ. ഏട്ടന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു, രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എങ്ങോട്ടോ പോയതാന്ന് പറഞ്ഞു. അപ്പോൾ ആട്ടച്ചനെ കണ്ടതും പിന്നെ അല്ലു ഏട്ടൻ്റെ ഒക്കത്തായിട്ടോ. എന്തോ ഉറുമാമ്പഴം എന്തോ കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് കേക്കൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. കവറൊക്കെ അഴിച്ചിട്ട് സെറ്റാക്കാണ് കേട്ടോ. ഗീതു വിളക്കൊക്കെ റെഡിയാക്കുന്നുണ്ട്. സിത്തുട്ടനാണ് കേട്ടോ പെട്ടിയൊക്കെ പൊട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ബിരിയാണി അതേപോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചിക്കനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ടേസ്റ്റ് നോക്കാൻ പറ്റുമല്ലോ. എങ്ങനെയുണ്ട്, ഉപ്പുണ്ടോ, എരുണ്ടോ, പുളിയുണ്ടോ നോക്കിയിട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ കേക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴേ നമുക്കതിൻ്റെ ആ ഒരു എന്താ പറയുക ടേസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ടേസ്റ്റ് കുറവുണ്ടോ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു വർക്കാണ് കേട്ടോ കേക്കിൻ്റെ പണി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എന്താ പറയുക സുന്ദരക്കുട്ടപ്പനാക്കണത്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാനായി എല്ലാവരും ഹാളിലേക്ക് വരികയാണ് കേട്ടോ. നന്ദുവിനെ ഞങ്ങൾ വന്നപ്പോൾ അവിടെ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെയാണ് നന്ദു എത്തിയത്. മക്കൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. അവരുടെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും ഒത്തുകൂടിയൊക്കെ ഇരുന്ന് ആഘോഷിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. ഒത്തിരി വലിയ ഫംഗ്ഷനൊന്നും ആക്കിയില്ലെങ്കിലും നമ്മളെല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒത്തുകൂടുമ്പോൾ തന്നെ അതൊരു പ്രത്യേക രസമായിരിക്കും കേട്ടോ. പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ മുന്നേ എല്ലാവരും ഫോണൊക്കെ എടുത്ത് റെഡിയായി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാവർക്കും ഫോട്ടോസ് ഓരോ ഗ്രൂപ്പിൽ ഇടാനുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ കേക്ക് മുറി തുടങ്ങി. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ആദ്യം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടോ. പിന്നെ ഗിരീഷേട്ടൻ വന്ന് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് രാജേച്ചി വന്നു. പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു കേട്ടോ.
ഇത് അച്ചമ്മയും അച്ചച്ചനുമാണ് കേട്ടോ, അതായത് എൻ്റെ ചേച്ചീൻ്റെ അച്ഛനും അമ്മയും, അവരും കേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കേക്ക് ഇതേ പ്ലേറ്റിലേക്ക് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നവർക്ക് ആദ്യം കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കഴിച്ചപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ, ഭയങ്കര ഹാപ്പിനെസ്. നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് അവർ കഴിച്ചിട്ട് രസമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക എന്താ പറയുക, ഒരു സന്തോഷം വരുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, ഹാപ്പിയായി ഞാൻ. എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പൊതുവേ അവർക്കാർക്കും മധുരം വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ മധുരപ്രിയല്ല, എനിക്ക് വലിയ ഇഷ്ടമില്ല മധുരം. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ ഉണ്ടാക്കുന്ന കേക്കിനും ആ ഒരു തന്നെയായിരിക്കും കേട്ടോ, മധുരം കുറവായിരിക്കും. കുറവെന്നല്ല, അത്യാവശ്യം ഉണ്ടായിരിക്കും. അപ്പോൾ അത് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നോട് പ്രത്യേകം പറഞ്ഞു നല്ല പാകത്തിന് മധുരമാണ്, നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. മറ്റേത് നമ്മൾ കുറേ മധുരം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുപ്പ് വരും കേക്ക് കഴിക്കുമ്പോൾ. പക്ഷേ ഇത് മധുരം ഒക്കെ നോർമലായിരുന്നു, പാകമായിരുന്നു. അതുകൊണ്ട് എത്ര വേണമെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിള്ളേരൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോക്ലേറ്റും എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേ നേരമായിട്ട് ഞാൻ അല്ലുവിനെ കാണുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് വന്നപ്പോഴാണ് ഇതേ ആളും കേക്ക് കഴിക്കുകയാണ്. അല്ലുവിന് നല്ല ഇഷ്ടമായിട്ടോ കേക്ക്. ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ സമയത്തേ തിരക്ക് പിടിക്കുകയായിരുന്നു, കേക്ക് കേക്ക് എന്ന് പറഞ്ഞിട്ട്. ഫ്രിഡ്ജിൽ എപ്പോഴും വന്ന് തുറന്നു നോക്കുക, കേക്ക് നോക്കുക, ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ, ഞാൻ പൊതുവേ മധുരം കഴിക്കാറില്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിരുന്നതായിരുന്നു. പക്ഷേ ഞാൻ നിർബന്ധിച്ചിട്ട് ഒരു പീസെങ്കിലും കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചതാണ്. പിന്നെ അതിനിടയ്ക്കാണ് കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടത്. വൈഗ വൈശാലിക്ക് ഗിഫ്റ്റ് എടുത്തതാണ് കേട്ടോ. ഗിഫ്റ്റിൻ്റെ വലുപ്പമോ തൂക്കമോ ഒന്നും നോക്കണ്ട കേട്ടോ. പക്ഷേ ഈ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഗിഫ്റ്റ് പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം അവളുടെ മുഖത്തുണ്ടായ ഒരു സന്തോഷം, അതാണ് കേട്ടോ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്. അവളുടെ ആ ചിരിയിലുണ്ട് കേട്ടോ ആ ഒരു ഗിഫ്റ്റ് അവൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കുറേ സ്റ്റിക്കർ വാങ്ങി പോകാറുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ ഹോംവർക്കൊക്കെ ചെയ്ത് വരുമ്പോൾ അതേപോലെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയുമ്പോൾ അപ്പോൾ അവരെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ആ സമയമായപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴ. ചേച്ചിയുടെ വീട് റോഡ് സൈഡാണ് കേട്ടോ. ഇതിലാണ് നമ്മൾ കക്കാടംപൊയിലേക്കൊക്കെ പോവുക. അപ്പം അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. വണ്ടികൾ ഇങ്ങനെ നിർത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ കേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് വിളമ്പാനായി. എനിക്ക് ഈ ചെയർ ഭയങ്കര ഇഷ്ടമായിട്ടോ, അതാണ് കേട്ടോ ഞാനിത് പ്രത്യേകം എടുത്ത് കാണിച്ചത്. ഇതിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ്. പിന്നെ ബിരിയാണി എല്ലാവരും കൂടെ വിളമ്പുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കാനിരുന്ന ഫസ്റ്റ് ട്രിപ്പും സെക്കൻഡ് ട്രിപ്പും പെട്ടെന്ന് തന്നെ കഴിച്ച് എണീറ്റിട്ടുണ്ട് കേട്ടോ. ആദ്യം കുട്ടികളിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ബിരിയാണി വല്ലാതെ അങ്ങോട്ട് പോയിട്ടില്ല. കാരണം എല്ലാവരും കേക്ക് കഴിച്ചിട്ട് വയറ് നല്ല സെറ്റായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് പിറകെ തന്നെയല്ലേ നമ്മൾ ഫുഡ് വിളമ്പിയത്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ കഴിച്ച് എണീറ്റു കേട്ടോ. വലിയ വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളെല്ലാവരും പെട്ടെന്ന് എണീറ്റു. സെക്കൻഡ് ട്രിപ്പ് ഇരുന്നവരും അതന്നെ അവസ്ഥ, അവരും പെട്ടെന്ന് എണീറ്റു.
പിന്നെ ഞങ്ങൾ ലേഡീസ് ആയിരുന്നു കേട്ടോ ലാസ്റ്റ് ട്രിപ്പ്. അത് പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമല്ലേ ഈ ടേബിൾ എന്ന് പറയുന്നത്, ഫുഡ് കഴിക്കുന്ന ടൈം എന്ന് പറയുന്നത്. അത് ഞങ്ങൾ മാക്സിമം അങ്ങ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിക്കാനിരുന്ന് കുറേ സമയം സംസാരിച്ചും ഭക്ഷണം കഴിച്ചും ഞങ്ങൾ എണീക്കാനായപ്പോഴേക്കും ചായയുടെ ടൈം ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഏകദേശം ആ ഒരു സമയം ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചും ഫുഡ് കഴിച്ചൊക്കെ അങ്ങനെ സമയം അങ്ങ് നീട്ടിപ്പോയിട്ടോ. ഞാൻ പിന്നെ പൊതുവേ അങ്ങനെ തന്നെയാണ് കേട്ടോ, സാവധാനം കഴിക്കുള്ളൂ. എനിക്ക് പെട്ടെന്ന് വാരി വലിച്ച് കഴിക്കാൻ കഴിയില്ല കേട്ടോ, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദേ ഫുഡൊക്കെ വിളമ്പി റെഡി ആയപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളാണ് കേട്ടോ ഫസ്റ്റ് ട്രിപ്പായിട്ട് ഇരുന്നത്. അതിനെ കൂട്ടത്തിൽ മിന്നും ഏട്ടനും ഇരുന്നു കേട്ടോ, അവരാണല്ലോ നമ്മുടെ ഗസ്റ്റ്. പിന്നെ ചേച്ചീൻ്റെ ഏട്ടനും കൂടെ ഇരുന്നു കേട്ടോ. അതിനിടയ്ക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത്. അല്ലു ദേ ഒരു കാട ഫ്രൈ എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ. സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ചെയറിൽ ഇരുന്ന് കഴിച്ചോന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ, അവിടെ നിന്ന് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്നാലും ചോറ് എടുത്ത് കൊണ്ടുവന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പള്ളയിലാക്കാമല്ലോ എന്ന്. അങ്ങനെ ഞാൻ കുറച്ച് ചോറുമായിട്ട് പോകുന്നതാണ് കേട്ടോ. പക്ഷേ വല്ലാണ്ടൊന്നും കഴിച്ചിട്ടില്ല, കേക്ക് കഴിച്ചിട്ടാന്ന് തോന്നുന്നു. വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ദേ അത് കഴിഞ്ഞേരെ ഞങ്ങൾ ഇരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് ദിയാണ്. ദിയൊക്കെ ഫസ്റ്റ് ട്രിപ്പിൽ ഇരുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്തു തരികയാണ് കേട്ടോ. ചേച്ചീൻ്റെ വലിയ ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, വർക്കിന് പോയതായിരുന്നു. അപ്പോൾ ഏട്ടൻ വർക്കിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഏട്ടൻ വീണ്ടും തിരിച്ച് വർക്കിന് തന്നെ പോയിട്ടോ. പിന്നെ അതേ അല്ലു എവിടെ എത്തിയാലും അല്ലുവിൻ്റെ ആ ടൈം ആയി കഴിഞ്ഞാൽ അല്ലു ഒന്ന് ഉച്ചയ്ക്കൊന്ന് ഉറങ്ങും കേട്ടോ. ആ ഉറക്ക് റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ ആകെ കുറുമ്പായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഇതേ സുലൈമാനി കുടിക്കാൻ കേട്ടോ. അല്ലെങ്കിലും ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സുലൈമാനി നിർബന്ധമാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ ഹോളിൽ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചിപ്സ് ഉണ്ടായിരുന്നു കടിയായിട്ട്. അങ്ങനെ അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഓരോരുത്തർ പോകാനുള്ള ഓരോ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇറങ്ങുന്നത് മിന്നുവിൻ്റെ ഏട്ടനാണ്. ഞങ്ങൾ കളിയാക്കാണ് കേട്ടോ, നീ പോകുന്നില്ലേ വെച്ചിട്ട് കളിയാക്കാണ് കേട്ടോ. അപ്പോൾ അവൾ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൈ പൊത്തി പിടിക്കുകയാണ് കേട്ടോ. അവൾ ഒരാഴ്ച നിൽക്കാൻ വേണ്ടി വന്നതാണ്, അപ്പോൾ ഒരാഴ്ച നിന്നിട്ട് പോവാന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ടാറ്റാ ബൈ സീ യു എന്നൊക്കെ പറഞ്ഞ് മിന്നുവിൻ്റെ ഏട്ടൻ പോയിട്ടോ. വീണ്ടും ഞങ്ങൾ ഹോളിലെത്തി, കാരണം നമ്മുടെ ചർച്ച അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ മിന്നു കൊണ്ടുവന്ന ഡ്രസ്സ്, ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്ന ഡ്രസ്സ് കാണിക്കുകയാണ്. രണ്ടുപേർക്കും ഒരേപോലെ അടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നന്ദനേൻ്റെ വകയും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. നന്ദന അതേ ക്ലിപ്പ്, പിന്നെ മാല, ക്യൂടെക്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ, ഫാൻസി സാധനങ്ങൾ നന്ദനയും ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും ഞങ്ങളുടെ ചർച്ചകൾ ആരംഭിച്ചു കേട്ടോ. ആ കഴിച്ച ബിരിയാണിയൊക്കെ ഒന്ന് ദഹിക്കണ്ടേ, അതുവരെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇതൊരു പ്രത്യേക രസമാണ് കേട്ടോ. എല്ലാവരും നമ്മുടെ ആ ഒരു സംസാരത്തിലുണ്ടാവും, ആരും അങ്ങനെ മാറി നിൽക്കുന്നില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒത്തുചേർന്ന് നല്ല രസമാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് പോരണം, ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് തിരിച്ച് പോരണം എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ പെട്ടെന്ന് പോരാൻ തോന്നൂല, നമ്മളങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ അപ്പും മോനും അച്ഛനും ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് അവരെ ഒത്തിരി മിസ് ചെയ്തു കേട്ടോ ഈ ഒരു ഒത്തുകൂടലിൽ. അവരുണ്ടെങ്കിൽ ഒന്നും കൂടെ കളറായേനെ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് എല്ലാവരും വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞാൽ ഗിരീഷേട്ടൻ എന്നോട് പറഞ്ഞു കേട്ടോ, നിനക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്, അവരുടെ വീടിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി വൈബാണ്, നല്ല രസമുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് വന്ന് നോക്കിയതാണ്. പക്ഷേ എനിക്ക് വീഡിയോയിൽ അത്ര അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല, കാരണം കോട മൂടി കിടക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കാണുന്നുണ്ടായിരുന്നില്ല. ഈ കാണുന്ന പോലെ അല്ലായിരുന്നു കേട്ടോ നേരിട്ട് കണ്ടപ്പോൾ. അടിപൊളിയായിരുന്നു, ഒരു എന്താ പറയുക, പ്രത്യേക രസം കേട്ടോ. നല്ല രസമാണ്, നമ്മൾ വയനാടൊക്കെ പോയൊരു ഫീല്. അപ്പോഴേക്ക് ചേച്ചി വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ഓട്ടോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരോടും യാത്ര പറയണം കേട്ടോ, അച്ഛമ്മേനോടൊക്കെ യാത്ര പറയുകയാണ്. ചേച്ചി ഇതേ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. ഗായ്സ്, ഇതില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, ഒന്ന് വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റാ ബൈ സീ യു എന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ പറയുക.